എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിത്താന അജയോട് വളരെ മോശമായിട്ട് രീതി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച്. പെട്ടെന്ന് അജയ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നോട് ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകളുടെ ജീവിതം ഈ വിധമാക്കിയെന്ന് പറയാം. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? നിങ്ങളല്ലേ എന്നെ മനഃപൂർവ്വം അവളിൽ നിന്ന് അകറ്റിയത്. നിങ്ങൾ കാരണമല്ലേ ഇപ്പോഴാ അവളിങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കണേ. എന്തൊരു സ്നേഹമായിരുന്നു നിൽക്ക് നിങ്ങളുടെ മകളോട്. അതോടെ നിങ്ങൾ കാണിച്ചു കൂട്ടിയതാ. അവളുടെ മനസ്സറിയാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലോ. വലിയ സ്നേഹമാണ് പോലും, എന്നിട്ട് എന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയാണ്. ഇത് കേട്ടതും ഉണ്ണിത്താൻ പറഞ്ഞു, ഇതയോ ഒരക്ഷരം മിണ്ടി പോയേക്കളെന്ന് പറയണേ. ഞാൻ ഇനിയും സംസാരിക്കും. കാരണം എനിക്ക് അവളെ ജീവന് നല്ല സ്നേഹമായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങൾ ഒറ്റയൊരുത്തൻ കാരണമാ എല്ലാത്തിനും ഇങ്ങനെ സംഭവിച്ചത്. അവളെ അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് പോയത്. ഞാൻ കരുതി അവളെ അമേരിക്കയ്ക്ക് പോയി കാണുന്നു. അത് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ വേറൊരു വിവാഹത്തിന് സമ്മതിച്ചേ. വേറൊരു ഒരുത്തിയുടെ മുന്നിലേക്ക് ഞാൻ എൻഗേജ്മെന്റിന് പോയി നിന്നു കൊടുത്തേ. പക്ഷെ നിങ്ങൾ എന്നെ മനഃപൂർവ്വം നിങ്ങൾ കരുവാക്കുക ചെയ്തേന്ന് പറയാം. ഈ സമയം ഹേമ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊരു ഹോസ്പിറ്റലാ, ആ ഒരു ചിന്ത എങ്ങാനും വേണം. ഇതേ മോള് വയ്യാണ്ട് അവിടെ കിടക്കുക. എന്താ രാജേട്ടാ ഇതിങ്ങനെ? ഹോസ്പിറ്റലിൽ അന്ന് ചിന്ത പോലില്ലേ? ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കൊണ്ടിരിക്കുക. അതെ അവൾക്കൊരു ആപത്തും വരില്ല എന്ന് പ്രാർത്ഥിക്കാനുള്ളതിന് എന്ന് പറഞ്ഞ് ഹേമ അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് ഉണ്ണിത്താനും അജയും പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ വിഷമിച്ച അബിയുടെ മുന്നിൽ തന്റെ സങ്കടങ്ങളൊക്കെ പറയാണ് ജാനകി. ജാനകി പറഞ്ഞു, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി അല്ലേ അബിയേട്ടാ? ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു പറയാം. പെട്ടെന്ന് അബി പറഞ്ഞു, എന്തിനാ ജാനകി നീ ഇങ്ങനെ വിഷമിക്കണേ? കാരണം അവൾക്ക് ഇഷ്ടമായിരുന്നല്ലോ അപർണയ്ക്ക് അജയനെ. അവളുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചേ. നീ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇല്ല അബിയേട്ടാ, എനിക്കറിയാം അജയുടെയും നിരഞ്ജനയുടെ കാര്യം ഞാൻ എല്ലാവരോടും മറച്ചു വെച്ചു. അത് ഞാനത് ഏറ്റവും വലിയ തെറ്റല്ല ചെയ്തേന്ന് ചോദിക്കാം. അത് കുഴപ്പമില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അത് അജയ് പറഞ്ഞ കാര്യമല്ല, ഇനി അവളുമായിട്ടൊരു ബന്ധമില്ലെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വിവാഹബന്ധം ഉറപ്പിച്ചതെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ലോ ജാനകി. അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറയാം. എന്നാലും എനിക്കറിയില്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാവുന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതെല്ലാം തകർന്നു പോയല്ലോ. അജയ് അവനെല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയാം. ഒരിക്കലും ഇങ്ങനെ നമ്മളെ വഞ്ചിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ലോ എന്ന് പറയാം. പെട്ടെന്ന് അബി പറഞ്ഞു, അതെ അതേക്കുറിച്ച് ഓർത്ത് നീ ഇനി വിഷമിക്കണ്ട കേട്ടോ. നീ സങ്കടപ്പെടാതിരിക്കുക, എല്ലാത്തിനും ഒരു വഴിയുണ്ട്. എന്നാലും അമലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ. അവനൊരു കാരണവശാലും അപർണേനെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അബിയേട്ടാന്ന് പറയാം. നോക്കാം, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് വരുവാണ് അമലിന്റെ അടുത്തേക്ക്. ഈ സമയത്ത് അമല ആകെപ്പാടെ സങ്കടത്തിലും ദേഷ്യത്തില. അമല് പറഞ്ഞു, നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് പറയാം. പെട്ടെന്ന് സൂര്യനാരായണൻ ചോദിച്ചു, നീ എന്താടാ പറയണേ? നിനക്ക് എന്താ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലേ? അവളുടെ കാര്യം അച്ഛൻ അറിയാവുന്നല്ലേ. എന്നെന്ന് വെച്ചാൽ അവൾക്കൊരു പുച്ഛഭാവ. അച്ഛനറിയാലോ, അന്ന് വീട്ടിൽ അവള് അജയേട്ടനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കൊണ്ട് കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എനിക്ക് വൃത്തിയില്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളത്തില്ല, ജോലിയില്ല, എന്തൊക്കെ കുറ്റങ്ങൾ അവൾ എന്നെ കണ്ടുപിടിച്ചേ. അങ്ങനെയുള്ള ഒരുത്തിന് ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? എനിക്ക് അവളോട് വെറുപ്പാച്ചാ. അവൾ ഒരിക്കലും എനിക്ക് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ട അച്ഛൻ എനിക്ക് കാര്യങ്ങൾ പറയുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത് വേണ്ടെന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, മോനെ അമലെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. അവള് നല്ല കുട്ടിയാടാ, നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരേണ്ടതാ. അറിയാലോ, നല്ല ജോലിയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പിന്നെ എന്താ കുഴപ്പം? നിനക്ക് ഇത്ര നല്ലൊരു ബന്ധം ഇനി വേറെ കിട്ടത്തില്ലെന്ന് പറയാം. അമല് പറഞ്ഞു, ഇനി എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളെ വിവാഹം കഴിക്കില്ല എന്ന് പറയാം. ഇത് കേട്ട് സൂര്യനാരായണൻ പറഞ്ഞു, വാക്ക് കൊടുത്ത ഞാനാണ്, അതുകൊണ്ട് നീ അവളെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ. അറിയാലോ, നമ്മള് അജയുടെ വിവാഹം നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷെ അജയ് ഒളിച്ചോടിപ്പോയി. പക്ഷെ അതിന്റെ പേരില് ഇനി ഈ വിവാഹം കൂടെ മുടങ്ങിക്കൂടെന്ന് പറയണം. പെട്ടെന്ന് അമല് പറഞ്ഞു, അതെങ്ങനെ ശരിയാകും വെച്ചാ? ഏട്ടൻ ആലോചിച്ച പെണ്ണല്ലേ അവള്. ഏട്ടൻ മിണ്ടിപ്പോയേക്കരുത്. ഇനി നിനക്ക് അങ്ങനെ ഏട്ടനില്ല. ഏട്ടൻ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഏട്ടനേ ഉള്ളൂ. അതാരാന്നറിയാലോ? അബിയാണത്. നീ അവനെ മാത്രം ഏട്ടാന്ന് വിളിച്ചാൽ മതി, അല്ലാതെ മറ്റവനെ ഏട്ടാന്ന് വിളിക്കണ്ട. കാരണം നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താനായിട്ട് അവന് വേറൊരുത്തിനെയും കൊണ്ട് പോയതാ. ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. അപ്പോഴാണ് ജാനകിയും അബിയും കൂടെ അങ്ങോട്ട് വന്നത്. ജാനകി പറഞ്ഞു, അമലെ, നിനക്കറിയാലോ അവള് നല്ല പെൺകുട്ടിയാടാ. നീ ആയിട്ടൊന്നും സമ്മതിക്കുക, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അറിയാലോ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പെട്ടെന്ന് അമല് പറഞ്ഞു, ഏട്ടത്തി എന്തറിഞ്ഞിട്ടാ പറയണേ? അതെ മോനെ, അതൊക്കെ കല്യാണത്തിന് ശേഷം ശരിയാക്കിയോളും. ഈ ദേഷ്യവും മുൻകോപം എല്ലാം മാറിക്കോളും. അതൊന്നും മോൻ കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയണം. അബി പറഞ്ഞു, ശരിയാടാ അമലെ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ശരിയാക്കിക്കോളും. പിന്നെ ഞാൻ നിന്നെ അധികം നിർബന്ധിക്കില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, പൂർണ്ണ സമ്മതമാണ് മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അതിനകത്ത്
എനിക്കധികം കമ്പൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. ഈ സമയം സൂര്യനാരായണൻ പറഞ്ഞു, ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, അമൽ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയേ പതിയാവുള്ളൂ എന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ട് അപർണ കയറി വരുന്നത്. അപർണനെ കണ്ടത് എല്ലാവരും ഒരു നിമിഷം സംസാരം നിർത്തി. പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് എന്നിട്ട് അപർണയോട് ചോദിച്ചു, അല്ല മോളെ, അതെ മോൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ സമ്മതമാണ്, എൻ്റെ അമലിൻ്റെ ഭാര്യയായിട്ട് വരാൻ സമ്മതമാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അപർണ ഒന്ന് നോക്കി. അപർണ നോക്കിയിട്ട് പറഞ്ഞു, അതെ ജാനിയടുത്ത് രണ്ടാമതൊന്നും വിളിച്ചോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ വന്നേ. പക്ഷേങ്കിൽ എങ്ങനെ ഒരു കുടുക്കിലേക്ക് കൊണ്ടേ എത്തിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് കേട്ടതും ജാനി പറഞ്ഞു, അല്ല ഞാൻ എന്ത് കുടുക്കുണ്ടാക്കിയെന്നാ പറയുന്നേ? ഒന്നും ഉണ്ടാക്കിയില്ലേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചേട്ടൻ ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോൾ തന്നെ അനിയനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ ജാനിയടത്തിന് വാക്ക് വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവന് എൻ്റെ ഭർത്താവാനായിട്ട് എന്ത് യോഗ്യതയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന് വീട്ടില് കുട്ടിക്കളി കളിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരോടും കൂട്ടുകൂടി അതോടൊപ്പം തന്നെ കഞ്ഞിയും കറിയും വെച്ച് നടക്കുന്നവൻ. ഇവനെ ഞാൻ എങ്ങനെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിനെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തും? ഇവൻ എന്ത് ജോലിയാണെന്ന് ഞാൻ പറയണ്ടേ? ഇത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, അവൻ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാ, നല്ല കഴിവുള്ളവനാ. അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോ. അതെ എല്ലാവരും എന്നോട് ചോദിക്കുക, ഇവനെ പോലെയല്ല കഴുതനെയാണോ ഞാൻ ചുമക്കണേന്ന്, അതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല മോളെ, കാരണം അവനും അളകാപുരിന്റെ പയ്യനല്ലേ, അവനും ഉണ്ട് സ്വത്തിന്റെ എല്ലാ വീതങ്ങളിലും അവനും അവകാശം ഉണ്ടെന്ന് പറയണ. പെട്ടെന്ന് അപർണ പറഞ്ഞു, അതൊന്നും പറച്ചില് മാത്രം കാര്യമില്ല, അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, പക്ഷേങ്കിൽ എനിക്ക് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടതും ജാനിക്ക് പറഞ്ഞല്ലോ, കുറെ സമയമല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, നിന്റെ ഡിമാൻഡ്സ് എന്താന്ന് ആദ്യം പറ അപർണേ, എന്നാലേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. അപർണ പറഞ്ഞു, ഡിമാൻഡ്സ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കണമെന്ന് പറയാം. നോക്കട്ടെ, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അംഗീകരിക്കാന്ന് പറയാം. അളകാപുരിയിലെ സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ ഇൻചാർജ് ആയിട്ട് അമലിനെ നിയമിക്കണമെന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് പറയണം. ഇത് കേട്ട് അമല് മാത്രമല്ല സൂര്യനാരായണനും എല്ലാവരും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു, ഇല്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ബുദ്ധി ആരുടെ, നിന്റെയാണോ അതോ തമ്പിയുടെ ആണോ എന്ന് ചോദിക്കും. അതെ ഇത് ആരുടെയും ബുദ്ധിയല്ല. കാരണം എന്താണെന്നറിയാവോ, ഇവിടുന്ന് ഞാൻ പോകാൻ പോയവളാ, പക്ഷേങ്കിൽ വീണ്ടും ജാനിയടുത്ത് വിളിച്ചാൽ ഞാൻ കൂടെ തിരികെ വന്നേ. അല്ല ഞാൻ ഇവനെ പോലെയുള്ള ഒരുത്തനെ എന്തിനു കല്യാണം കഴിക്കണം, അജയ് എന്ന് പറഞ്ഞ ലോയറാന്ന് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്താം. പക്ഷെ ഇവന് സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ, ഇവൻ വീട്ടിലെ കഞ്ഞിയും കറിയും വെച്ചിരിക്കുന്നവനല്ലേ. അങ്ങനെയുള്ള ഒരുത്തനെ എനിക്ക് ഭർത്താവായിട്ട് ചിരിക്കാൻ താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ നല്ല പൊസിഷനിൽ എത്തണമെന്ന്. ഇത് കേട്ടത് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, മോളുടെ ഈ ആഗ്രഹം കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇവനാണെങ്കിൽ നല്ല കഴിവുള്ളവനാ. പെട്ടെന്ന് അമല് പറഞ്ഞു, അതൊന്നും നടക്കില്ല, എനിക്ക് അതിന്റെ സമ്മതമല്ല എന്ന് പറയണം. സൂര്യനാരായണൻ പറഞ്ഞു, ഇല്ല ഒരിക്കലും ഇത് നടക്കത്തില്ല, നിന്റെ മോഹം അങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞേരെ. കാരണം ഈ കമ്പനി ഇത്ര ആയിക്കൊണ്ട് വന്ന ആരാന്നറിയുവോ, അബിയാണ്. അബിയുടെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവനേക്കാളും മുകളിൽ ഒരാൾ ഉയർന്നു വരാനായിട്ട് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. ഇനിയിപ്പം നിനക്ക് അവൻ്റെ ജോലിയാ വേണ്ടെങ്കിൽ അവനൊരു ജോലി ഞാൻ കൊടുക്കാം കമ്പനിയിൽ, പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും അബിനേക്കാളും മുകളിൽ അവന് ഉയർന്നു പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് നിങ്ങൾ ആയിക്കോളാൻ പറയാണ്. പിന്നീട് അപർണ അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനും പെട്ടെന്ന് അബി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സമ്മതം എന്ന് പറയണം. സൂര്യനാരായണൻ, മോനെ നീയ കൂടെ ഒന്നും പറയണ്ടച്ചാ, എനിക്ക് സമ്മതമാണ്, ഇവൻ എൻ്റെ അനിയനല്ലേ, ഇവന് എപ്പോഴാണെങ്കിലും ഞാൻ ഇവന് സ്ഥാനം കൊടുത്തല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട, എനിക്ക് സമ്മതമാണെന്ന് പറയണം. അമല് വന്നിട്ട് പറഞ്ഞു, ഏട്ടാ എനിക്ക് പറ്റില്ല എന്ന് പറയണം. നിനക്ക് പറ്റണം, ഇനി നീ ആയിട്ട് ഈ വിവാഹം ഉഴപ്പിക്കില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് നിരഞ്ജനയല്ല അപർണ അങ്ങോട്ട് പോവാണ്. എന്താ ഏട്ടാ, ഏട്ടൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ? എടാ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ, നല്ല ജീവിതം, അവളെ കല്യാണം കഴിച്ചാൽ എനിക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് ഏട്ടൻ തോന്നുന്നുണ്ടോ? എടാ മോനെ നീ ഒന്ന് സഹിക്ക്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇൻചാർജ് തന്നെന്ന് ഓർത്തോണ്ട് ഞാൻ കമ്പനി വിൽക്കുമല്ലോ അല്ലല്ലോ ചെയ്യുന്നത്, ഞാനും ഇവിടെ ഉണ്ടല്ലോ, ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയാം. എന്നാലും സൂര്യനാരായണൻ വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നീട് നേരെ അപർണ ചെല്ലുന്ന തമ്പിയുടെ അടുത്തേക്കാണ്. തമ്പി വെച്ച് എന്തായി പോയി കാര്യങ്ങള്, അമല് വിവാഹത്തിന് സമ്മതിച്ചു നിൽക്കും. സമ്മതിച്ചിട്ടുണ്ട്, അതിനിടയ്ക്ക് ഞാൻ ഒരു നമ്പരും കൂടി ഇട്ടെന്ന് പറയണേ. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു, കൊള്ളാം നീ എൻ്റെ മോള് തന്നെയെന്ന് പറയണേ. അതെ ഞാൻ ആ ജാനകിയോടും അബിയോടും ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ശരി അന്ന് ഞാൻ അങ്ങോട്ട് അല്ലട്ടെ, നിങ്ങൾ സംസാരിക്കാൻ പറയണം. അപ്പോഴാണ് ജാനകി അബിയും കൂടെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ജാനകി ചോദിച്ചാൽ, അല്ല എന്താ നിനക്ക് പറയാനുള്ള അപർണ, എന്താന്ന് വെച്ചാൽ പറയുന്നു പറയണം. അതെ എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും വലിയ നാടകം തന്നെയാണ് കളിച്ചതെന്ന്. നാടകം? എന്ത് നാടകം? അതെ അജയുടെ ഗേൾഫ്രണ്ട് ആരാ അല്ലെങ്കിൽ അവന്റെ കാമുകി ആരാന്നുള്ള സത്യം നിങ്ങൾക്കറിയായിരുന്നു. അതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, കാരണം അത് മറ്റാരുമല്ല, അഡ്വക്കേറ്റ് ഉണ്ണിത്താന്റെ മോള് നിരഞ്ജന അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനായി രണ്ടുപേർക്കൂടെ. നിങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു, നിങ്ങൾക്ക് അത് സത്യങ്ങളൊക്കെ അറിയായിരുന്നു, പക്ഷെങ്കിൽ ഞാനത് അറിഞ്ഞിരുന്നില്ല. ക്ഷേത്രത്തിൽ വെച്ച് അവളെ കണ്ടപ്പോഴും പിന്നെ ഹൽദിക്ക് വന്നപ്പോഴൊന്നും എനിക്ക് അങ്ങനെ സംശയം തോന്നിയിരുന്നില്ല.
പിന്നീടാണ് ഞാൻ ആ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കുന്നതെന്ന് പറയാം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, അത് അപർണ ഞങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാൻ ബുദ്ധിമുട്ടുകയും ചെയ്യണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അമലിനെ വിവാഹം കഴിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഒരു കാരണവശാലും ഞാൻ അവനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. എനിക്കുണ്ട് ചില വൈരാഗ്യ ബുദ്ധികളൊക്കെ മനസ്സിൽ. കതിർ മണ്ഡപത്തിൽ നിന്ന് എന്നെ ഇട്ടിട്ട് ഒളിച്ചോടിപ്പോയവനാ അവനോട് ഒരിക്കലും ഞാൻ പൊറുക്കാനായിട്ട് പോകുന്നില്ല. ഈ അപർണ ആരാന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു നിമിഷം അഭിയും ജാനകി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.